പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിലും മാറ്റം. ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഒരുമിച്ച് നൽകും. ഈ മാസം 4-ന് വിതരണം ആരംഭിക്കും. സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ അടിമുടി മാറ്റം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിലും മാറ്റം വരുത്തിയിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഒരുമിച്ച് നൽകാനാണ് തീരുമാനം. ഈ മാസം 4-ന് വിതരണം ആരംഭിക്കും. വെള്ളക്കാർഡിന് 2 മാസത്തെ വിഹിതമായി 10 കിലോ അരി ഒരുമിച്ച് വാങ്ങാൻ സാധിക്കും. നീലക്കാർഡിനാകട്ടെ 2 മാസത്തെ വിഹിതത്തിനു പുറമെ 5 കിലോ അരി കൂടുതലായും ലഭിക്കുന്നതായിരിക്കും. മഞ്ഞക്കാർഡിന് അരി, ഗോതമ്പ്, ആട്ട എന്നിവയടക്കം 70 കിലോ ഭക്ഷ്യസാധനങ്ങൾ ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 10 കിലോ വീതം ലഭിക്കുന്നതായിരിക്കും. ഈ മാസത്തെ വിഹിതം ഏപ്രിൽ 4 മുതൽ 30 വരെയാണ് വാങ്ങാൻ സാധിക്കുക. മെയിലെ വിഹിതം ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെ വാങ്ങാവുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. യുദ്ധഭീതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാനാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരമുള്ള ഈ പുതിയ നടപടി. 3 മാസത്തെ വിഹിതം ഒന്നിച്ചു നൽകാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചത്. എന്നാൽ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പലയിടത്തും കൂടുതൽ ശേഖരിച്ചു വെക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ 2 മാസമായി ചുരുക്കിയിരിക്കുകയാണ്. സ്റ്റോക്ക് തീരുന്ന മുറയ്ക്ക് ജൂണിലെ വിഹിതം കൂടി നേരത്തെ എത്തിച്ച് വിതരണം ചെയ്യാനും റേഷൻ വ്യാപാരികൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മഞ്ഞക്കാർഡുള്ളവർക്ക് ഏപ്രിൽ വിഹിതവും മെയ് മാസത്തിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 60 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായി 6 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും. പിങ്ക് കാർഡുള്ളവർക്ക് ഏപ്രിൽ വിഹിതവും മെയിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 4 അംഗങ്ങളുള്ള കാർഡിന് ഗോതമ്പിന് പകരം പരമാവധി 8 പാക്കറ്റ് ആട്ടയും അതിൽ കൂടുതൽ അംഗങ്ങളുള്ള കാർഡിന് ഓരോ അംഗത്തിനും അധികമായി 2 കിലോ ഗോതമ്പ് കൂടിയും ലഭിക്കും. നീലക്കാർഡുള്ളവർക്ക് ഏപ്രിൽ മാസ വിഹിതവും മെയിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 4 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അധിക വിഹിതമായി ആകെ 5 കിലോ അരി കിലോയ്ക്ക് 10 രൂപ നിരക്കിലാണ് ലഭിക്കുക. അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലാണ് ലഭിക്കുക. വെള്ളക്കാർഡുള്ളവർക്ക് ഏപ്രിൽ വിഹിതവും മെയിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 10 കിലോ അരി കിലോയ്ക്ക് 10 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലാണ് ലഭിക്കുക. ക്ഷേമസ്ഥാപന അന്തേവാസികൾക്കുള്ള കാർഡുള്ളവർക്ക് ഏപ്രിൽ വിഹിതവും മെയിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. കൂടാതെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിൽ വൈദ്യുതിയുള്ള വീടുകൾക്ക് മഞ്ഞക്കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും മറ്റുള്ളവർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതായിരിക്കും. വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.